നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലെ ഗുണഭോക്താരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പുതിയൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. 1 ലക്ഷത്തോളം വരുന്ന പാർപ്പിടങ്ങൾക്ക് കൂടി അനുമതി നൽകുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ബജറ്റിൽ വീണ്ടും സാമ്പത്തിക സഹായം ഇതിനായിട്ട് വകയിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ലക്ഷത്തിൻ്റെ പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം, അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ കരാർ വെച്ച് പണി ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ മുൻഗണനാ ലിസ്റ്റിൽ കയറി കൂടി ഇനി ഉടനെ തന്നെ കരാർ വെക്കേണ്ട ആളുകൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ബജറ്റിൽ ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ള ഈ തുക കൂടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലെ ഗുണഭോക്താരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലർക്കും നല്ലൊരു പാർപ്പിടം പണിയാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കില്ല. മറിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷേമബത്ത കൂടി വരുന്ന ഏപ്രിൽ വിതരണം ചെയ്യുന്നതായിരിക്കും. ബജറ്റ് അവതരണത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ക്ഷേമ പെൻഷന്റെ വർധനവ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ 200 രൂപയുടെ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം 2 ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുകയുണ്ടായി. ഇനി അവശേഷിക്കുന്ന 3 കുടിശ്ശികകൾ അത് 2025-26 സാമ്പത്തിക വർഷത്തിൽ കൊടുത്തു തീർക്കുന്നതായിരിക്കും. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുമ്പോഴും സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ കൈവിടാതെ സർക്കാർ കാക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. ഒരുപാട് ആളുകൾ അനർഹമായിട്ടാണ് ഇപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള ആളുകളെ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അനർഹരായിട്ടുള്ളവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം ക്രമീകരിക്കുമെന്നും ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം വരുന്നത് ഓരോ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്കൊക്കെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് എത്തിച്ചേരുക. പരാതി ലഭിക്കുന്ന വീടുകൾ, അല്ലാത്ത വീടുകളൊക്കെ എല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധനകൾ ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റിസർവ് ബാങ്ക് ഗവർണറുടെ പുതിയ നയപ്രഖ്യാപനം വന്നിട്ടുണ്ട്. റിപ്പോ നിരക്കുകൾ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. 6.25% കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത വായ്പ, വാഹന വായ്പ, ഹൗസിംഗ് ലോൺ തുടങ്ങിയ സ്കീമുകളിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വരികയാണ്. EMIയുടെ വലിയൊരു ബാധ്യതയാണ് ഇതിലൂടെ കുറഞ്ഞു വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ സാമ്പത്തിക സഹായങ്ങൾ, പ്രത്യേകിച്ചും മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ അവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഇൻഷുറൻസ് കാർഡിന്റെ വിതരണം നിർവഹിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഇതിന്റെ ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതി കൂടി ലയിപ്പിച്ചാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്. ഇതിനുവേണ്ടി ഈ വർഷം 700 കോടി രൂപ ഇപ്പോൾ ആദ്യഘട്ട സഹായമായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വിവിധ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ, അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകൾ, ഒപ്പം വിവിധ കിടപ്പ് രോഗികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. വിവിധ ആശുപത്രികളിൽ ലഭിക്കാനുള്ള കുടിശ്ശിക, അത് സർക്കാർ ആശുപത്രികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ കുടിശ്ശിക ലഭിക്കാനുള്ളത് കൊണ്ട് തന്നെ തുടർന്ന് ഈ തുക വന്നു ചേരുകയും അതോടൊപ്പം തന്നെ നിലവിൽ ചികിത്സ ലഭിക്കേണ്ട അർഹതയുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഇതൊരു സഹായമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. വൻ വർധനവിൽ തുടരുകയാണ് സ്വർണ്ണവില. വെള്ളിയാഴ്ച ഫെബ്രുവരി 7-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7,930 രൂപയിലും പവന് 63,440 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകൾ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.